കപ്പൽ ജീവനക്കാരനായ ആലപ്പുഴ പുന്നപ്ര സ്വദേശി വിഷ്ണു ബാബുവിനെ കാണാതായിട്ട് ഇതൊരു വർഷം. ഭരണ നിയമ സംവിധാനങ്ങൾ ഒരേപോലെ കൈയൊഴിഞ്ഞിട്ടും ശുഭകരമായ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ആ കുടുംബം. ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് പോയ SSI റെസല്യൂട്ട് എന്ന കപ്പലിൽ നിന്നാണ് അവസാനമായി വിഷ്ണു മാതാപിതാക്കളോട് സംസാരിച്ചത്. രാവിലെ നമ്മുടെ ഇന്ത്യൻ സമയം 10 മണിയാകാറായിട്ടുണ്ട്. വിളിച്ചിട്ട് മകൻ ഡ്യൂട്ടിക്ക് 8 മണിക്ക് ഹാജരാകേണ്ടതാണ്, ഹാജരായില്ല. അവന് കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ജൂലൈ 17-നാണ് അവസാനത്തെ ഫോൺ കോൾ വന്നത്. കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നുവെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു വിഷ്ണു. അടുത്ത ദിവസം പുലർച്ചെ മകനെ കാണാനില്ലെന്നറിയിച്ചുകൊണ്ട് കപ്പൽ കമ്പനിയിൽ നിന്നുള്ള വിവരമാണ് കുടുംബത്തെ തേടി വന്നത്. തുടർന്ന് ഇങ്ങോട്ട് മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. അവനിവിടെ നാട് വിട്ടുപോയി എന്തെങ്കിലും നല്ലൊരു ജോലി സമ്പാദിക്കണമെന്നുള്ളതില്ല. അങ്ങനെയാണ് നമ്മൾ ചെന്നൈയിൽ അവനെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ കോഴ്സ് പഠിപ്പിച്ച് അങ്ങനെയാണ് അവനെ ഇങ്ങനെ ഷിപ്പിൽ ജോലിക്ക് കയറുന്നത്. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ തിരച്ചിൽ അവസാനിപ്പിച്ചതായി കപ്പൽ കമ്പനി അറിയിച്ചു. ആശ്വാസവാക്കുകളുമായി ജനപ്രതിനിധികൾ വീട്ടിലെത്തിയെങ്കിലും തിരച്ചിൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല. നിയമസഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ നിരാശയായിരുന്നു വിധി. നമുക്കുള്ള ഒരു പരാതി എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിൽ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരെയും സമീപിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെയും ഇതെല്ലാം ഈ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിരുന്നു, രേഖാമൂലവും അല്ലാതെയും ഒക്കെ ധരിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ഷിപ്പിൻ്റെ അധികാരികൾ പിന്നെ മിസ്സിങ് നടന്ന ആ സ്ഥലത്ത് കുറച്ച് ഏരിയയിൽ അവരുടെ ഒരു റിസ്കിൽ അന്വേഷണം നടത്തിയതല്ലാതെ വേറെ വിശദമായൊരു അന്വേഷണം നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മളിത് കേന്ദ്ര ഗവൺമെൻറ് MP വഴിയും അല്ലാതെയൊക്കെ നമ്മൾ ഈ വിവരങ്ങൾ ശക്തമായി ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായൊരു ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ചെന്നൈ ആസ്ഥാനമായ ഡെൻസായ് മറൈൻ കാർഗോ ഷിപ്പിംഗ് കമ്പനിയിലെ SSI റെസല്യൂട്ട് എന്ന ചരക്ക് കപ്പലിലെ ട്രെയിനി വൈപ്പറായിരുന്നു വിഷ്ണു. ഒഡീഷയിൽ നിന്ന് പാരാദ്വീപ് വഴി ചൈനയിലേക്ക് പോകുമ്പോൾ മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിൽ മലാക്ക കടലിടുക്കിൽ വെച്ചാണ് വിഷ്ണുവിനെ കാണാതാകുന്നത്. വിഷ്ണു കടലിൽ വീണെന്ന നിഗമനത്തിൽ നടപടിക്രമങ്ങളെല്ലാം കപ്പൽ കമ്പനി പൂർത്തിയാക്കി. നമുക്ക് ഒരു ആശ്വാസ വാക്കുകൾ പോലും ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് നാളുവരെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. തുടക്കത്തിൽ സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് ജനപ്രതികളൊക്കെ വന്നു, വേണ്ടപ്പെട്ടവരൊക്കെ വന്നു, അവരൊക്കെ സഹായിക്കാമെന്ന് പറയുകയും ചിലരൊക്കെ സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ഒരു സഹകരണവും അല്ലെങ്കിൽ അന്വേഷണവും ഉണ്ടായില്ല എന്നുള്ളതാണ്. കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന മകൻ എങ്ങോട്ട് പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ഈ കുടുംബത്തിന് അറിയില്ല. തന്റെ മകന്റെ ജീവനു വേണ്ടി നാട്ടിലെ ഭരണ സംവിധാനങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യമാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.